കിടപ്പാടം. ഒരു റിയലിസ്റ്റിക് ചിത്രം എടുക്കാനുള്ള കുഞ്ചാക്കോയുടെ മോഹത്തിൻ്റെ ഫലമാണ് കിടപ്പാടം എന്ന ചിത്രം. 1955 ഫെബ്രുവരി 11 റിലീസായ ഈ ചിത്രത്തിൻ്റെ കഥയും അവതരണവും ഹിന്ദിയിലെ ദോ ബിഹാസമിൻ്റെ കഥയുമായി സാമ്യമുള്ളതാണ്. അക്കാലത്തെ സിനിമകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഈ സിനിമയുടെ കഥാന്ത്യം ദുഃഖ പര്യവസായിയായിരുന്നു. പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാനാകാത്തതുകൊണ്ടോ എന്തോ സിനിമ പ്രദർശന വിജയം കൈവരിച്ചില്ല. അഭയദേവ് എഴുതിയ 8 ഗാനങ്ങൾക്ക് സംഗീതം പകർന്നത് ദക്ഷിണാമൂർത്തിയായിരുന്നു. എം രാജ, LPR വർമ്മ, സ്റ്റെല്ല വർഗീസ്, രേവമ്മ എന്നിവരായിരുന്നു ഗായകർ. നിർമ്മാണം കുഞ്ചാക്കോ ആയിരുന്നെങ്കിലും സംവിധാനം MRS മണി എന്ന തഞ്ചാവൂർക്കാരനാണ് നിർവഹിച്ചത്. കുഞ്ചാക്കോയുടെ കഥയ്ക്കും തിരക്കഥയ്ക്കും മുതുകുളം രാഘവൻപിള്ളയുടെ സംഭാഷണം. തിക്കുറിശ്ശി സുകുമാരൻ നായർ, പ്രേം നസീർ, മുതുകുളം രാഘവൻപിള്ള, കാലയ്ക്കൽ കുമാരൻ, മിസ് കുമാരി, അടൂർ പങ്കജം എന്നിവർ മുഖ്യതാരങ്ങളായി അണിനിരന്നപ്പോൾ ബോബൻ കുഞ്ചാക്കോ ബാലതാരവുമായി അപ്രപാളിയിലെത്തി. ഇതിലെ കഥ: 10 സെൻറ് സ്ഥലത്ത് ദാരിദ്ര്യത്തിൽ പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്നവരാണ് ശങ്കരനും ഭാര്യ കല്യാണിയും മകൻ രവിയും. തൊട്ടടുത്ത് ഒരു പണക്കാരൻ താമസിക്കുന്നുണ്ട്. അയാൾക്ക് ഈ സ്ഥലം കൂടി കൈവശമാക്കാൻ അതിയായ താല്പര്യമുണ്ട്. അയാളുടെ ഭാര്യയ്ക്ക് കല്യാണിയോട് താല്പര്യമില്ല, സ്വരച്ചേർച്ചയുമില്ല. ശങ്കരൻ്റെ അച്ഛൻ അവിശ്രമം ജോലി ചെയ്തുണ്ടാക്കിയതാണ് ഈ കിടപ്പാടം. പ്രാണൻ പോയാലും ഇത് അന്യാധീനപ്പെടാൻ രോഗിയായ അദ്ദേഹം സമ്മതിക്കുകയുമില്ല. ധനികനായ അയൽവാസിയുടെ കയ്യിൽ നിന്നും കുറച്ച് പണം കടം വാങ്ങിയിട്ടുണ്ടെന്നതിനാൽ ശങ്കരനെ കബളിപ്പിച്ച് വലിയ തുക തരാനുണ്ടെന്നും പറഞ്ഞ് അയാൾ കേസ് കൊടുത്തു. 3 മാസത്തിനുള്ളിൽ പണം അടച്ചില്ലെങ്കിൽ കിടപ്പാടം നഷ്ടപ്പെടുമെന്നുണ്ടായപ്പോൾ ശങ്കരൻ ഒരു ശുപാർശ കത്തുമായി മദ്രാസിന് വണ്ടി കയറി. കൂടെ അയാൾ അറിയാതെ മകൻ രവിയും. മദ്രാസിൽ ശങ്കരൻ റിക്ഷ വലിച്ചും രവി കാപ്പി വിറ്റും പണമുണ്ടാക്കി കല്യാണിക്ക് അയച്ചു പോന്നു. ചികിത്സയും രക്ഷയുമില്ലാതെ ശങ്കരൻ്റെ അച്ഛൻ മരിച്ചു. ധനികൻ്റെ കാര്യസ്ഥൻ കല്യാണിയെ വശത്താക്കാൻ ശ്രമിച്ചു. ധനികനും കല്യാണിയെ ശല്യപ്പെടുത്താൻ തുടങ്ങി. തൻ്റെ ഇംഗിതം നടക്കില്ലെന്ന് മനസ്സിലാക്കിയ കാര്യസ്ഥൻ കടം വീട്ടാൻ വച്ചിരുന്ന കാശത്രയും മോഷ്ടിച്ചെടുത്തു. കടം വീട്ടേണ്ട തീയതിക്ക് പിറ്റേന്നേ ശങ്കരനും രവിക്കും വീട്ടിലെത്താൻ കഴിഞ്ഞുള്ളൂ. വീട്ടിലെത്തിയ ശങ്കരനും രവിയും കണ്ടത് ധനികൻ കിടപ്പാടം കൈവശപ്പെടുത്തുന്നതാണ്. രോഗം കൊണ്ടും അമിത അധ്വാനം കൊണ്ടും അർത്ഥപ്രാണനായി തീർന്നിരുന്ന ശങ്കരൻ ചോര തുപ്പി അവിടെ കിടന്നു മരിച്ചു. കല്യാണിയും രവിയും എങ്ങോട്ട് എന്നില്ലാതെ നടന്നു നീങ്ങുന്നു.